മന്ത്രിസ്ഥാനത്തിൽ സന്തോഷമെന്ന് മാനന്തവാടി എം.എൽ.എ. കൂടിയായ ഒ.ആർ. കേളു മന്ത്രിസ്ഥാനം വൈകിയിട്ടില്ലെന്നും വയനാട് ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഒ.ആർ. കേളു പറഞ്ഞു. അമൃത വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വയനാട് നിന്നും ഒരു മന്ത്രി കൂടി ഒ.ആർ. കേളു അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം തന്നെ ആശംസകൾ. ഈ നിമിഷത്തിൽ എന്ത് തോന്നുന്നു സർ? അല്ല, പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഒരു ഉത്തരവാദിത്തം നമ്മുടെ ഗവൺമെൻറ്റും ഞങ്ങളുടെ മുന്നണി എന്നെ ഏൽപ്പിച്ചു. അത് പരമാവധി ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമെന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. ഒപ്പം മുന്നേ 2021 അങ്ങയുടെ പേര് മന്ത്രിസഭയിൽ പരാമർശിക്കുകയുണ്ടായി. ഇപ്പോൾ ഒരു മുതിർന്ന നേതാവ്, CPM-ൻ്റെ ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ ഈ ഒരു മന്ത്രിസ്ഥാനം വൈകിപ്പോയതായി തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല, വൈകുന്നതിന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ മുതിർന്ന സഖാവ്, ഇപ്പോൾ എന്നെക്കാളും മുതിർന്ന സഖാവാണല്ലോ കെ രാധാകൃഷ്ണൻ. അപ്പോൾ കെ രാധാകൃഷ്ണൻ തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അധികം കഴിഞ്ഞിട്ട് ഞാനുള്ളൂ. അപ്പോൾ പാർട്ടിയുടെ കാഴ്ചപ്പാട് കറക്റ്റാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പി കെ ജയലക്ഷ്മിക്ക് ശേഷം കേരളത്തിൽ ലഭിക്കുന്ന വയനാട് ജില്ലയിൽ നിന്നുള്ളൊരു മന്ത്രി കൂടിയാണ് അങ്ങ്. ഇപ്പോൾ വയനാട് ജില്ലയിൽ ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പാണ് അങ്ങേക്ക് ലഭിക്കുക എന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ വകുപ്പുകൾക്ക് അപ്പുറമായി വയനാട് ജില്ലയ്ക്ക് വേണ്ടി അങ്ങ് എന്തൊക്കെ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്? അല്ല, അവിടെ ഇപ്പോൾ വയനാട്ടിൽ ഈ തദ്ദേശീയ ജനവിഭാഗം ഉണ്ടല്ലോ, അവരുടെ കാര്യങ്ങൾക്കൊരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. അവരുടെക്ക് അവരുടെ ക്ഷേമ പദ്ധതികൾ ശക്തിപൂർവ്വം നടപ്പാക്കണം. ആ നടപ്പാക്കുന്ന പദ്ധതിക്ക് കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിങ് ഉണ്ടാവണം എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അത് മലബാറിലായാലും തെക്കൻ കേരളത്തിലായാലും ഈ ഭാഗത്തിന് നടപ്പാക്കുന്ന ഓരോ പദ്ധതിയും താഴെത്തട്ടിൽ എത്തുന്നുണ്ടോ എന്ന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷനും കൃത്യമായിട്ടുള്ളൊരു മോണിറ്ററിങ്ങും നടത്താൻ വേണ്ടി സാധിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു, അങ്ങ് കാൽനടയായിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇനി സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായി സംസ്ഥാനത്തോടെ ഈ പാതയുടെ പോകേണ്ടത് ഇതുണ്ട്. അതെങ്ങനെ നോക്കിയിട്ടാണ്? അല്ല, ഇപ്പോൾ എന്താ പറയുക, നമുക്കിതാണൊരു ശീലം. ഇത് 10-25 വർഷമായിട്ട് ജനപ്രതിനിധി നിലയ്ക്കും നമ്മുടെ ആദിവാസി സംഘടനയിലെ പ്രവർത്തനമൊക്കെ ബന്ധപ്പെട്ട് ഇത് തന്നെയാണ് ഒരു ശീലം. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ച് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഉള്ളത്. ഇത് തന്നെയാണെങ്കിലും ആശംസകൾ സർ.